അമ്മച്ചി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ പറയാതെ പോകുന്നേ. ആ ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്കാം. അമ്മച്ചേ, 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 അമ്മച്ചി, 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 എന്നാ പറ്റി? അമ്മച്ചി നോക്കിയേ, നോക്കിയേ. അമ്മ, അമ്മച്ചി, അമ്മച്ചി, അമ്മ, അമ്മച്ചി, അമ്മച്ചി, കർത്താവേ, അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി, അമ്മച്ചി നോക്കിയേ. അമ്മച്ചി എന്നാ പറ്റി? അമ്മച്ചി, അമ്മച്ചി എന്നാ പറ്റിയേ? എടാ എന്തിയാടാ? അമ്മച്ചി എന്തിയേ? ഞാൻ നോക്കുമ്പോ അമ്മച്ചി അടുക്കളയിൽ ബോധമില്ലാണ്ട് കിടക്കോടി. അയ്യോ അമ്മച്ചി, എന്നാ പറ്റി അമ്മച്ചി? ഒന്നുമില്ല മക്കളെ, തലയൊന്ന് കറങ്ങിയതാ. തല വല്ലോടത്ത് പിടിച്ചോ? ഇല്ല. നമുക്ക് ആശുപത്രി പോയാലോ? വേണ്ട ഇല്ലേ, ആ ഗുളികയും എടുത്തേ. ഇപ്പൊ എടുക്കാം അമ്മച്ചി. നീ എവിടെ പോയി കിടക്കുവായിരുന്നോ കുട്ടായി? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുഖമില്ലാത്ത അമ്മച്ചിയെ തനിച്ചാക്കി അങ്ങ് പോവരുതെന്ന്. ഒന്നെങ്കിൽ നീ സന്ധിക്ക് മുമ്പ് വീട്ടിലെത്തണം, അല്ലെ വീട്ടിലാണുണ്ടാവണം. അതിങ്ങനെ എത്ര പറഞ്ഞാലും നിന്റെ തലയൊക്കെ ആകത്തില്ലല്ലോ. ഇന്നലെ അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ച് കിടന്നു തോന്നണം. ഇല്ലെന്നേ, സന്ധ്യ വരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ. ആ ചെറുക്കനൊറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞ അമ്മച്ചി തന്നെ പറഞ്ഞു വിട്ട്. ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി. എന്നാലും കോയിച്ചടാ, ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരാളുമ്പോഴുള്ള വീടായിരുന്നടാ നമ്മുടെ. ഇപ്പം അമ്മച്ചി ഒറ്റയ്ക്ക്, കൂട്ടിനൊരാൾ പോലും ഇല്ലാതെ. വല്ലാത്തൊരവസ്ഥ തന്നെയാടാ അത്. കാരണവന്മാരെ നോക്കാൻ പറ്റില്ല, പിന്നെ എന്നെ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. ചക്ക അതിന്റെ ഇപ്പുറത്തോട് ഇട്ടേ അച്ചായ. ഇപ്പുറത്ത് മാറി വലിച്ചേ, വലിച്ചോ. എന്റെ മാതാവേ, ഈ അച്ചായന്റെ കാര്യം ഇത് മുറുകുന്നില്ലല്ലോ അച്ചായ, കെട്ട മുറുകുന്നില്ലല്ലോ. നീ വഴക്കമുള്ളൊരു വഴക്കിച്ച് രണ്ടെണ്ണം മറിച്ചോണ്ട് വന്ന് അവിടുന്ന്. ഇവനെന്നെ രാവിലെ വരുന്നത് കേട്ടോണ്ടിപ്പോ വാക്കത്തി കഴിഞ്ഞു പോയടാ. എന്നാണോ വിശേഷം? ഇതെന്നോട് ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ. ഈ പനിയും മരപ്പട്ടിയായിട്ട് ഒന്നും കിട്ടാനിടാവേ, നഷ്ടമാ. നീ ടൗണിൽ പോയില്ലേ? കുറച്ച് തുറിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. ആ ഓണച്ചൂണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പോട്ട് വരാന്ന് പറഞ്ഞു. നീ ചുമ്മാ ഇറങ്ങിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴൽ വാങ്ങിക്കാൻ എത്ര നാളായിട്ട് ഞാൻ പറയണ പിടിച്ചാ. നീ എന്നാ അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറയണേ. എനിക്ക് കെട്ടണം കുട്ടിച്ചോ. എന്നാ കെട്ടിക്കോ. ഇതല്ല, പെണ്ണ് കെട്ടണമെന്ന്. ആന ഇപ്പൊ അങ്ങനെ ഒരു തോന്നലേ. കൊറേ ആലോചിച്ചു, എന്നാലും വീട്ടിലൊരാൾ വേണോന്ന്. എടാ മാനെ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരെ ഞാൻ കൊണ്ടുവന്നാ. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞാൽ മാറ്റിവിട്ടില്ലേ. എടാ ഒരു 6 മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് നിനക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചന ഞാൻ കൊണ്ടുവന്നാ. അപ്പം നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനെ നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ലെന്ന്. അതപ്പോഴല്ലേ. ഇപ്പോഴെന്തെങ്കിലും നല്ല കസ്റ്റഡിയുണ്ട് പറ, പെട്ടെന്ന് ഇറങ്ങണം. അതിനാ പെങ്കുച്ചിനെ കെട്ടിച്ചു വിട്ടില്ലേ, പിന്നെ ഓരോരു പെങ്കുച്ചിനെ അവിടെ കിട്ടും. പിന്നൊരു കാര്യം, എനിക്ക് ഒരുപാട് കണ്ടു നടക്കാനൊന്നും പറയത്തില്ല. മതിടാ, എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരണം വേണ്ടേ. എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായിപ്പോയി. എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറ്റേ. വള്ളിയും തേടി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാലിക്കാരാ, നല്ല മിടുക്കത്തി പെങ്ങൊച്ച. പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്കമാലിൽ താമസിക്കുന്നത്. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ഗർഭത്തിൽ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചു എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാച്ചാ? റിൻസിന്നാ. നമ്മുടെ സ്ലീവാച്ചിന് ചേരും. ആണ് കുട്ടിയച്ച, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അവനെയും കൂട്ടി ഒന്ന് പോയി കാണ്.